നല്ല അടിപൊളി ലൈം ജ്യൂസ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ തോട്ടത്തിൽ പോയിട്ട് നാരങ്ങ പറിച്ചെടുക്കട്ടെ. ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇഷ്ടം കൊണ്ട് ഞാൻ വേറെ തയ്യും കൂടി വാങ്ങി വെച്ചു. ആ തയ്യിലാണ് സൂപ്പറായിട്ടുണ്ടായത്, നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. പഴുക്കണേന് കുറച്ച് മുമ്പായിട്ട് ഇങ്ങ് പറിച്ചെടുക്കണം, എന്നാലേ ജ്യൂസിന് ഫസ്റ്റ് ആയിട്ട് പറ്റുമോ. അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തിക്കളയൂ, അല്ലെങ്കിൽ വീണ് പോവും. ഇത് പാക. അങ്ങനെ ഞാൻ ഒരു നാരങ്ങ പറിച്ചു, ചെറുനാരങ്ങ പറിച്ചെടുത്ത് വരുന്ന വഴിക്ക് ഞാൻ ഇഞ്ചിയും വേണമല്ലോ ഇതിന്, ഇഞ്ചി ഒരു കഷ്ണം എടുത്തു, പുതിന ഒരു പൊട്ട് എടുത്തു. ഒക്കെ നമ്മൾ തന്നെ പിടിപ്പിക്കണം, എന്നാൽ നമുക്ക് സൗകര്യം വരുമ്പോൾ ഒക്കെ ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അങ്ങനെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാം എടുത്ത് മിക്സി എടുത്ത് അതിലേക്ക് ഇടാൻ പോവുക. പുതിന ഇട്ടു, ഇഞ്ചി നമ്മൾ അപ്പാടങ്ങ് കഷ്ണം ഇടരുത്, അത് അരിയില്ല. അപ്പം ചെറിയ നുറുക്കിയിടണം, ചെറുതാക്കി നുറുക്കിയിട്ട്. നാരങ്ങ ഇത് ചൈനീസ് ഓറഞ്ച് ആട്ടോ, അതിന് നാരങ്ങ ചൈനീസ് ഓറഞ്ച്. ഞങ്ങൾ നാരങ്ങ ആയിട്ടാണ് നട്ടിരുന്നത്, ചൈനീസ് ഓറഞ്ച് ആയി കിട്ടിയത്. പക്ഷെ നോക്കുമ്പോൾ നല്ല സൂപ്പർ ജ്യൂസാണ് ഇത്. ഈ ജ്യൂസിന് ഇത് പറ്റൂ. കുരുവൊക്കെ എടുത്ത് അതിൻ്റെ തൊലി അടക്കം, അതിന് തോല് കളയരുത്, തോലടക്കം ഇട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട്, പഞ്ചസാര നമ്മളെ ഇഷ്ടത്തിന് നന്നായിട്ട് അങ്ങ് അടിക്കണം. അടിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് അരിപ്പേലാക്കുന്നു, വലിച്ചു കുടിക്കാൻ എളുപ്പത്തിന്. അങ്ങനെ ഞാൻ ഗ്ലാസ്സിലേക്ക് കൊഴിച്ചു. ഐസിൻ്റെ പീസ് ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് വെച്ചാൽ സൂപ്പർ ജ്യൂസ്. ഇഷ്ടമായ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.